ഫസ്റ്റ് ക്ലാസ് അപ്പർ ലിംബ് നമുക്ക് കുറച്ച് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള സെക്ഷൻ അല്ലായിരുന്നു. ലോവർ ലിംബാണ് അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ടഫായിട്ടുള്ളതും കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു 1.5 hours എങ്കിലും വേണ്ടി വരുമെന്ന് തോന്നുന്നു. ഞാൻ മാക്സിമം അതിനുള്ളിൽ എടുത്ത് തീർക്കാൻ നോക്കാം. ബാക്കി കുറച്ച് പോർഷൻസ് നിങ്ങൾ തന്നെ വായിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതിൽ പ്ലാൻ ഓഫ് സ്റ്റഡിയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പർ ലിംബ് പോലെ തന്നെ സൂപ്പർഫിഷ്യലായിട്ട് കുറച്ച് മേജർ ബോൺസ് ഏതൊക്കെയാണ് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും, പിന്നെ അപ്പർ ലിംബിനേക്കാളും കുറച്ചും കൂടെ മസിൽസിനും അതിൻ്റെ കമ്പാർട്ട്മെൻറ്റ്സിനും എല്ലാം ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അതുകൊണ്ടിട്ട് അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ മേജർ ആർട്ടറീസും നെർവ്സും ഒക്കെ സൂപ്പർഫിഷ്യലായിട്ട് കുറച്ച് ക്ലിനിക്കൽ അനാട്ടമി പോർഷൻസ്. അപ്പം അപ്പർ ലിംബിൽ പറഞ്ഞ കണക്ക് തന്നെ ലോവർ ലിംബിൽ നിങ്ങൾ ക്ലിനിക്കൽ അനാട്ടമി പോർഷൻസ് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ ബോൺസ് ഓഫ് ലോവർ ലിംബ് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും നമുക്ക് തുടക്കുമ്പം ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞു പോവാം. ഹിപ്പ് ബോണിൽ ഇലിയം, ഇഷ്യം, പ്യൂബിസ്, തൈല്, ഫിമറുണ്ട്, പെറ്റലുണ്ട്. പിന്നെ ബോൺസ് ഓഫ് ലെഗിൽ വരുന്നതാണ് ഏതൊക്കെയാണ് നമ്മുടെ ടിബിയ, ഫിബുല. ബോൺസ് ഓഫ് ദ ഫൂട്ടിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കണേ. ടാർസൽസ് 7 ഉണ്ട്, മെറ്റാടാർസൽസ് 5, ഫലാങ്സ് 14, അങ്ങനെ 2 ഫൂട്ടിലും ഉണ്ട്. അപ്പം എത്ര വീതം വരും? ഒരു 26 + 26 വരും. നമ്പേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണം. ചിലപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ അതിന് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് ഹിപ്പ് ബോണിലേക്കാണ് പോകുന്നത്. ഹിപ്പ് ബോണ് കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ് ആണ്, ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബിസ്. അതിന് ലാർജ് ഇറഗുലർ ഷേപ്ഡ് ഫ്ലാറ്റ് ബോൺ ആണ്. അതർ നെയിംസ് ആണ് ഓക്സ് കോക്സെ ആൻഡ് ഓക്സ് ഇന്നോമിനേറ്റം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മളിപ്പോൾ ഈ ബോൺസ് ഒക്കെ പറയുന്ന സമയത്ത് ഓരോരോ പോയിന്റ്സ് ബോൺസ് അല്ല മസിൽസ് പറയുമ്പോൾ നമ്മൾ ഓരോരോ പോയിന്റ്സ് പറയും. ഒറിജിനൊക്കെ ചില മസിൽസിൻ്റെ ഒറിജിനും ഇൻസേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മൾ ചില പോയിന്റ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് എവിടെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഔട്ട്ലൈൻ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരുന്നത്. ഒന്ന് ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ ഇപ്പം നമ്മുടെ ഇതൊരു ഹിപ്പ് ബോൺ ആണ്. മെയിൽ ഹിപ്പ് ബോണിൻ്റെ റൈറ്റ് മെയിൽ ഹിപ്പ് ബോണിൻ്റെ 2 വ്യൂസ് ആണ് അവർ കൊടുത്തേക്കുന്നത്, ലാറ്ററൽ വ്യൂവും മീഡിയൽ വ്യൂ. അപ്പം അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ, ഒരു ഇലിയാക് ക്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട് അപ്പർ എൻഡിലായിട്ട്. അതിൻ്റെ ഒരു പ്രോമിനൻറ്റ് പ്രൊജക്ഷനാണ് ഇലിയാക് ട്യൂബറോസിറ്റി അല്ലെങ്കിൽ ട്യൂബർക്കിൾ ഓഫ് ഇലിയാക് ക്രസ്റ്റ് എന്ന് പറയും. അതുകൂടാതെ 2 എൻഡിലായിട്ട് 2 ഇലിയാക് സ്പൈൻസ് ഉണ്ട്. ആൻറ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ ഉണ്ട്. അതിൻ്റെ ജസ്റ്റ് ബിലോ ആയിട്ടൊരു സ്മോൾ പ്രൊജക്ഷൻ ആയിട്ടുള്ള ആൻറ്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈൻ ഉണ്ട്. അതുപോലെ തന്നെ പോസ്റ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ, പോസ്റ്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈൻ. പിന്നെ അതാണ്ട് ഒരു കർവ്ഡ് പോർഷൻ ആയിട്ടുള്ള 2 നോച്ച് കണ്ടോ, ഗ്രേറ്റർ സയാറ്റിക് നോച്ച് ഉണ്ട്. ജസ്റ്റ് ബിലോ ആയിട്ടൊരു ലെസർ സയാറ്റിക് നോച്ച് ഉണ്ട്. ബിറ്റ്വീൻ ഗ്രേറ്റർ ആൻഡ് ലെസർ സയാറ്റിക് നോച്ച് നമുക്ക് എന്തുണ്ട്, ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇഷ്യൽ സ്പൈൻ ഉണ്ട്. അത് കൂടാതെ ഒരു അസറ്റാബുലം, കപ്പ് ഷേപ്ഡ് അസറ്റാബുലം ഉണ്ട്. ഫീമറിൻ്റെ ഹെഡിന് വന്ന് അറ്റാച്ച് ചെയ്യാനായിട്ട് ജസ്റ്റ് ബിലോ മീഡിയൽ സൈഡിലായിട്ട് ഒരു ഒബ്റ്റുറേറ്റർ ഫോറാമൻസ് ഉണ്ട്. ഇത്രയുമാണ് നമ്മളൊരു ഹിപ്പ് ബോണിൻ്റെ ഔട്ട്ലൈൻ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇലിയമാണ്. ഇലിയത്തിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇലിയാക് ക്രസ്റ്റ് ആണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇലിയത്തിൻ്റെ എക്സ്പാൻഡഡ് അപ്പർ എൻഡ് ആണ് ഇലിയാക് ക്രസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒരു ബോണി പ്രൊജക്ഷനാണ് ഇലിയാക് ട്യൂബർക്കിൾ അല്ലെങ്കിൽ ട്യൂബറോസിറ്റി ഓഫ് ദ ഇലിയാക് ക്രസ്റ്റ്. അതിൽ ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ, ആ ഒരു ഇലിയാക് ക്രസ്റ്റിന് നമുക്ക് ഡിവിഷൻസ് ഉണ്ട്. മേജറായിട്ട് അതിൻ്റെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു വെൻട്രൽ സെഗ്മെൻ്റ് എന്നും ഡോർസൽ സെഗ്മെൻ്റ് എന്നും പറഞ്ഞിട്ട് ഇലിയാക് ക്രസ്റ്റിന് 2 ഡിവിഷൻസ് പറയുന്നുണ്ട്. സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നതാണ്. അതിൽ ആൻറ്റീരിയർ 2/3 ആണ് ഏറ്റവും ലാർജ് ആയിട്ടുള്ള ആ പോർഷനെയാണ് വെൻട്രൽ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഡോർസൽ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഷോർട്ടാണ്, അത് പോസ്റ്റീരിയർ 1/3 ആണ്. ഇങ്ങനെ ഒരു ഡിവിഷൻ പറയാൻ കാരണം ഈ 2 പോർഷനിൽ നിന്നും ഡിഫറെൻറ്റ് മസിൽസിൻ്റെ ഒറിജിൻസ് ഉണ്ട്. അത് ക്വസ്റ്റ്യന് ചോദിച്ച് കാണാറുള്ളതുകൊണ്ടാണ് ഞാനത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം ഇലിയാക് ക്രസ്റ്റിന് ഒരു ലോങ് വെൻട്രൽ സെഗ്മെൻറ്റും ഷോർട്ട് ഡോർസൽ സെഗ്മെൻറ്റും ഉണ്ട്. ഈ വെൻട്രൽ സെഗ്മെൻറ്റ് ഓഫ് ദ ഇലിയാക് ക്രസ്റ്റിനെ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഔട്ടർ ലിപ്പ്, ഒരു ഇൻ്റർമീഡിയറ്റ് ഏരിയ ആൻഡ് ഇന്നർ ലിപ്പ്, അങ്ങനെ ഒരു 3 ഡിവിഷൻസ് അതിനുള്ളിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ് ആൻറ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ ആൻഡ് പോസ്റ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻസ് എന്നൊക്കെയുള്ള കണ്ടീഷൻസ്, ഏരിയാസ്. പിന്നെ അസറ്റാബുലം പറഞ്ഞല്ലേ, അസറ്റാബുലം എന്ന് പറഞ്ഞാൽ ലാർജ് ഒരു കപ്പ് ഷേപ്ഡ് സോക്കറ്റിനെയാണ് അസറ്റാബുലം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ലോവർ എക്സ്പാൻഡഡ് പാർട്ടിലായിട്ട് ഒരു ലാർജ് അപ്പേർച്ചർ ഉണ്ട്, അതാണ് ഒബ്റ്റുറേറ്റർ ഫോറാമൻ.
നെക്സ്റ്റ് ഗ്രേറ്റർ ആൻഡ് ലെസർ സയാറ്റിക് നോച്ച് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഡീപ്പ് നോച്ച് ബിലോ ദ, ഈ ഒരു പോസ്റ്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈന് ജസ്റ്റ് ബിലോ ആയിട്ട് കാണപ്പെടുന്നതാണ് ഒരു ഡീപ്പ് നോച്ച് ആണ് ഗ്രേറ്റർ സയാറ്റിക് നോച്ച്. അതിൻ്റെ ജസ്റ്റ് ബിലോ ആയിട്ട് എന്തുണ്ട്, ലെസർ സയാറ്റിക് നോച്ച് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ഗ്രേറ്റർ ആൻഡ് ലെസർ സയാറ്റിക് നോച്ചിലായിട്ടാണ് ഒരു ഇഷ്യൽ സ്പൈൻ ഉള്ളത്. ഇനി അടുത്താണ് ഇഷ്യൽ ട്യൂബറോസിറ്റി. ഇഷ്യത്തിൻ്റെ ലോവർ എൻഡ് തിക്കൻ ചെയ്തിട്ടാണ്, എന്ത് ലോവർ എൻഡ് ഓഫ് ഇഷ്യം തിക്കൻ ഫോമാണ്, തിക്കൻ ഇതിലാണ്, അതിനെയാണ് ഇഷ്യൽ ട്യൂബറോസിറ്റി എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്യൂബിസ് ബോൺ ആണ്. പ്യൂബിസിൻ്റെ ഒരു പ്യൂബിക് ക്രസ്റ്റ്, അപ്പർ തിക്ക് ബോർഡർ ഓഫ് ദ ബോഡി ഓഫ് ദ പ്യൂബിസ് ആണ് പ്യൂബിക് ക്രസ്റ്റ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പം ആൻറ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ എവിടെയാണെന്നുള്ളത്, പ്യൂബിക് ക്രസ്റ്റ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഓസ്റ്റിയോളജി ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞത്. ഇതിൽ ഓൾറെഡി നമ്മൾ ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇലിയാക് ക്രസ്റ്റിൽ നിന്നുള്ള മസിൽസിൻ്റെ ഒറിജിനും, ഏതൊക്കെ മസിൽസ് ആണ് ഒറിജിൻ ചെയ്തിരിക്കുന്നത്, ഏതൊക്കെയാണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഇലിയാക് ക്രസ്റ്റിന് 2 സെഗ്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു വെൻട്രൽ സെഗ്മെന്റിനെ തന്നെ നമ്മൾ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു, ഔട്ടർ ലിപ്പ്, ഇന്റർമീഡിയറ്റ് ഏരിയ, ഇന്നർ ലിപ്പ്, അങ്ങനെ ഒരു 3 ഡിവിഷൻസ് പറഞ്ഞു. അതിൽ ഔട്ടർ ലിപ്പിൽ നിന്നുള്ള മസിൽസിൻ്റെ ഒറിജിനാണ് ഫസ്റ്റ് പറയുന്നത്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കോഡ് വെച്ച് പഠിച്ചോ, ഇപ്പം ഔട്ടർ ലിപ്പ് ടയൽ എന്നങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, TILE എന്ന്. അപ്പം അതിൽ 2 മസിൽസാണ് മെയിനായിട്ട് ഒറിജിൻ ഉള്ളത്, ടെൻസർ ഫേഷ്യ ലാറ്റിയും ലാറ്റിസിമസ് ഡോർസി. നിമോണിക്സ് വെച്ച് പഠിക്കുന്നതാണ് കുറച്ച് എളുപ്പം, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും മറന്നു. ടെൻസർ ഫേഷ്യ ലാറ്റ് അത് ഒറിജിൻ ചെയ്തിരിക്കുന്നത് ഇലിയാക് ക്രസ്റ്റിന്റെ ഇൻ ഫ്രണ്ട് ഓഫ് ദ ട്യൂബർക്കിൽ നിന്നാണ്. ജസ്റ്റ് ബിലോ ആയിട്ടാണ് ലാറ്റിസിമസ് ഡോസയുടെ ഒറിജിൻ. ലാറ്റിസിമസ് ഡോസയൊക്കെ നമ്മൾ അപ്പർ ലിമ്പിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൂടാതെ ആൻറ്റീരിയർ അബ്ഡോമിനൽ വോളിലുള്ള എക്സ്റ്റേണൽ ഒബ്ലിക് മസിൽസിന്റെ ഇൻസേർഷൻ ആണ്. അപ്പം 2 മസിൽസിന്റെ ഒറിജിനും ഒന്നിന്റെ ഇൻസേർഷനും പറയുന്നുണ്ട്. അതുകൂടാതെ ഒരു ഇലിയോടിബിയൽ ട്രാക്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഒരു അറ്റാച്ച്മെന്റും കാണപ്പെടുന്നത് ഇലിയാക് ക്രസ്റ്റിൽ നിന്നാണ്. ഇലിയാക് ക്രസ്റ്റിന്റെ തന്നെ വെൻട്രൽ സെഗ്മെന്റിൽ നിന്നാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു പിക്ചറാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൻ്റെ ഔട്ടർ ലിപ്പിലുള്ള മസിൽസിനെ കുറിച്ചാണ്. ഏതൊക്കെയാണ് 2 മസിൽസിൻ്റെ ഒറിജിൻ പറഞ്ഞു, ടെൻസർ ഫേഷ്യ ലാറ്റ ഉണ്ട്. അതുകൂടാതെ ഏതാണ് നെക്സ്റ്റ് പറഞ്ഞത്, ലാറ്റിസിമസ് ഡോസ്. ഇൻ ബിറ്റ്വീൻ ആ ബ്ലൂ കളറിലാണ് ഇൻസേർഷൻ ആയിട്ടുള്ള എക്സ്റ്റേണൽ ഒബ്ലിക് മസിൽസിനെ കാണിച്ചിരിക്കുന്നത്. അടുത്ത ഒരു ഇന്റർമീഡിയറ്റ് ഏരിയ ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ആ ഒരു ഇന്റർമീഡിയറ്റ് ഏരിയയിൽ നിന്ന് നമ്മളപ്പം എക്സ്റ്റേണൽ ഒബ്ലിക്കിൻ്റെത് ഔട്ടർ ലിപ്പിൽ എന്ന് പറഞ്ഞു. ഇന്റർമീഡിയറ്റ് ഏരിയയിലായിട്ടാണ് എന്ത്, ഇന്റേണൽ ഒബ്ലിക് മസിൽസിന്റെ ഒറിജിൻ. പിക്ചർ ക്ലിയർ ആവുന്നുണ്ടോ? ഇന്റർമീഡിയറ്റ് ഏരിയയിൽ ഇന്റേണൽ ഒബ്ലിക് മസിൽസിന്റെ ഒറിജിൻ പറയുന്നുണ്ട്. ഇനി അടുത്താണ് ഇന്നർ ലിപ്പ്. അപ്പോൾ ഔട്ടർ ലിപ്പ് കഴിഞ്ഞു, ഇന്റർമീഡിയറ്റ് ഏരിയ കഴിഞ്ഞു, അടുത്തതാണ് ഇന്നർ ലിപ്പ്. ഇന്നർ ലിപ്പിൽ നിന്ന് ഏതൊക്കെയാണ്, ട്രാൻസ്വേഴ്സ് അബ്ഡോമിനിസ് മസിലും ഉണ്ട്, ക്വാഡ്രാറ്റസ് ലംബോറും ഉണ്ട്. ഇത് രണ്ടുമാണ് ഏത് ഇന്നർ ലിപ്പിൽ നിന്നുള്ള ഒറിജിൻസ്. ഓക്കെ, ഇന്റർമീഡിയറ്റ് ഏരിയയിൽ നിന്ന് ഇന്റേണൽ ഒബ്ലിക് മസിലും, ഇന്നർ ലിപ്പിൽ നിന്ന് ട്രാൻസ്വേഴ്സ് അബ്ഡോമിനിസ് ആൻഡ് ക്വാഡ്രാറ്റസ് ലംബോറും. അപ്പം വെൻട്രൽ സെഗ്മെന്റ് ഫിനിഷായി. ഇനി അടുത്താണ് ഡോസൽ സെഗ്മെന്റ്. ഇലിയാക് ക്രസ്റ്റിന്റെ ഡോസൽ സെഗ്മെന്റിന് അതിനും 2 ഡിവിഷൻസ് ഉണ്ട്. ഒരു ഔട്ടർ സ്ലോപ്പിംഗ് ഏരിയ ഉണ്ട്, ഇന്നർ സ്ലോപ്പിംഗ് ഏരിയ ഉണ്ട്. അതിൽ നിന്നുള്ള മസിൽസിന്റെ ഒറിജിൻ ആണ് ഏത്, ഔട്ടർ സ്ലോപ്പിംഗ് ഏരിയയിൽ നിന്ന് നമ്മുടെ ഗ്ലൂട്ടിയസ് മാക്സിമസ് മസിൽസിന്റെ ഒറിജിനും ഉണ്ട്. ഇന്നർ സ്ലോപ്പിംഗ് ഏരിയയിൽ നിന്ന് ഇറക്ടർ സ്പൈനേ മസിലിന്റെ ഒറിജിനും. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തേക്കുവാണ്. ഇലിയാക് ക്രസ്റ്റിന്റെ വെൻട്രൽ സെഗ്മെന്റ്, നമ്മൾ ഡോസൽ സെഗ്മെന്റ് പറഞ്ഞു. അതുകൂടാതെ ഇലിയാക് ക്രസ്റ്റിന്റെ 2 എൻഡ് പറഞ്ഞു. അതിൽ ആന്റീരിയർ എൻഡും ഉണ്ട്, ആന്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈന്, പോസ്റ്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈന്. അതുകൂടാതെ വെൻട്രൽ സെഗ്മെന്റിൽ ഔട്ടർ ലിപ്പിൽ നിന്ന് മസിൽസിന്റെ ഒറിജിൻ പറഞ്ഞു, ടെൻസർ ഫേഷ്യ ലാറ്റയും ലാറ്റിസിമസ് ഡോസയും ഒറിജിനും, എക്സ്റ്റേണൽ ഒബ്ലിക് മസിലിന്റെ ഇൻസേർഷനും, പിന്നെ ഇലിയോടിബിയൽ ട്രാക്റ്റിന്റെ അറ്റാച്ച്മെന്റ് ഇന്റർമീഡിയറ്റ് ഏരിയയിൽ, അതുപോലെ ഇന്റേണൽ ഒബ്ലിക് മസിൽ. ഇന്നർ ലിപ്പിലാണ് ട്രാൻസ്വേഴ്സ് അബ്ഡോമിനിസും ക്വാഡ്രാറ്റസ് ലംബോറും. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മുടെ ആൻറ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ. ആൻറ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈനിൽ നിന്ന് ഒറിജിൻ ചെയ്യുന്നതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് മസിലാണ് സാർട്ടോറിയസ് മസിൽ. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൂടാതെ ആൻറ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈനിൽ ഇൻഗോയിനൽ ലിഗമെന്റിന്റെ അറ്റാച്ച്മെന്റും ഉണ്ട്. ഇൻഗോയിനൽ ലിഗമെന്റ് നമ്മൾ ത്രൂ ഔട്ടായിട്ട് എനിക്ക് തോന്നുന്നു ലോവർ ലിംബിൽ ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. അപ്പം അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന എവിടെ നിന്ന് എവിടം വരെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻറ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ മുതൽ പ്യൂബിക് ട്യൂബർക്കിൾ വരെയുള്ള ആ ഒരു ഏരിയയിലാണ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇരിക്കുന്നത്. അത് നമ്മുടെ അബ്ഡോമിനൽ മസിൽസിന്റെ, എക്സ്റ്റേണൽ ഒബ്ലിക് മസിൽസിന്റെ അപ്പോന്യൂറോസിസ് ആണ് കേട്ടോ. അപ്പം ഇൻഗ്വനൽ ലിഗമെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതാണ്. എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എക്സ്റ്റെൻഡിങ് ഫ്രം ആൻറ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ ടു ദി പ്യൂബിക് ട്യൂബർക്കിൾ.
പിന്നെ ഒരു പോയിന്റ്, ഇത് നമ്മൾ പി എമ്മിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ആണ്. നമ്മുടെ ഇലിയാക് ക്രസ്റ്റ് ആണ് കോമൺലി യൂസ്ഡ് ഫോർ ബോൺ മാരോ ബയോപ്സി. അനീമിയ ലുക്കീമിയ കേസസിലൊക്കെ ബോൺ മാരോ ബയോപ്സിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലിയാക് ക്രസ്റ്റിൽ നിന്നാണ് ഇതെടുക്കുന്നത്, സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. ഇലിയാക് ക്രസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ടേക്കിംഗ് ബോൺ മാരോ ബയോപ്സി ഇൻ കേസ് ഓഫ് അനീമിയ ഓർ ലുക്കീമിയ. നെക്സ്റ്റ് ഒരു ക്ലിനിക്കൽ അനാറ്റമിക്കൽ പോയിന്റ് ആണ് വീവേഴ്സ് ബോട്ടം. Person sitting for a long period of time may get inflammation of their ischial tuberosity bursa. ഇഷ്യൽ ട്യൂബറോസിറ്റി ബേഴ്സയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ്. ബേഴ്സസ് നോർമലി എന്താണ്, ഒരു എയർ ഫിൽഡ് സാക്സ് ആണ്. അത് മസിൽസിനും ബോൺസിനും ഇടയ്ക്ക് ആ ഒരു ഫ്രിക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പം കുറേ ടൈമിൽ സിറ്റ് ചെയ്യുന്നവർക്ക് അതെന്തുണ്ടാവും, ആ ഒരു ബേഴ്സ ഗെറ്റ് ഇൻഫ്ലെയിംഡ് ആയിരിക്കും. അതിനെ തുടർന്ന് അവർക്ക് ഒരു പെയിൻ ഉണ്ടാകുന്നു. അതാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, വീവേഴ്സ് ബോട്ടം എന്ന കണ്ടീഷൻ. പിന്നെ അടുത്ത ഇതും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളിതൊന്ന് ജസ്റ്റ് നമ്മൾ നേരത്തെ ഞാനൊരു പറഞ്ഞു ലെസർ സയാറ്റിക് ഫൊറാമിനെ കുറിച്ച്. സ്ട്രക്ചേഴ്സ് പാസിങ് ത്രൂ, ഏതൊക്കെ സ്ട്രക്ചേഴ്സാണ് ആ ഒരു റീജിയനിലൂടെ പാസ് ചെയ്ത് പോകുന്നതെന്ന്. അപ്പോൾ പിന്നെങ്ങനെ വെച്ച് ഓർത്ത് വെച്ചിരുന്നാൽ മതി. പ്യുഡൻഡൽ നെർവ്, ഇന്റേണൽ പ്യുഡൻഡൽ വെസൽസ് ഉണ്ട്, അത് കൂടാതെ നർവ് ടു ഒബ്റ്റുറേറ്റർ ഇന്റേണസ്. ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. വിച്ച് പാർട്ട് ഓഫ് ദ ഹിപ്പ് ബോൺ ഈസ് യൂസ്ഡ് ഫോർ ടേക്കിംഗ് ബോൺ മാരോ ബയോപ്സി ഇൻ അനീമിയ ഓർ ലുക്കീമിയ? ഇലിയാക് ക്രസ്റ്റ് ആണ് കേട്ടോ, അത് ചോദിച്ചിട്ടുള്ളതാണ്, അത് ഓർത്ത് വെച്ചേക്കണം, ഇലിയാക് ക്രസ്റ്റ് ആണെന്നുള്ള പോയിന്റ്. പിന്നെ അടുത്ത കോമൺ ആയിട്ട് ഓസിഫിക്കേഷൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഈ ഹിപ്പ് ബോണിൻ്റെ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഇൻ കേസ് ആണ് ചോദിച്ചാലോ എന്ന് വെച്ചിട്ട്. ഓസിഫൈ ഫ്രം അതിൽ പ്രൈമറി സെൻറ്റേഴ്സും ഉണ്ട്, സെക്കൻഡറി സെൻറ്റേഴ്സും ഉണ്ട് അല്ലേ. പ്രൈമറി സെൻറ്റേഴ്സിൽ 1 for ഇലിയം, 1 for ഇഷ്യം ആൻഡ് 1 for പ്യൂബിസ്. അത് ഓരോന്നും അപ്പിയർ ചെയ്യുന്നത്, ഇലിയത്തിലാണ് പ്രൈമറി സെൻറ്റർ ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നത്, 2nd month ഓഫ് ഇൻട്രാ യൂട്രൈൻ ലൈഫ് ആയിരിക്കും. ഇഷ്യം ആണെങ്കിൽ 4th month, പ്യൂബിസ് ആണെങ്കിൽ 5th month. ഓക്കെ, അടുത്താണ് സെക്കൻഡറി സെൻറ്റേഴ്സ് ഓഫ് 1 for ഇഷ്യൽ ട്യൂബറോസിറ്റി ആൻഡ് 2 for ഇലിയാക് ക്രസ്റ്റിൽ, പിന്നെ 2 for വൈ ഷേപ്ഡ് ട്രൈ റേഡിയേറ്റ് കാർട്ടിലേജ്. All secondary centers appear by puberty and all centers fuse by the 25th year of age. ഓസിഫിക്കേഷൻ നടന്ന അത് ഫ്യൂസ് ചെയ്യുന്നത് 25th year of ഏജിലായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ടാൽ മതി, ഇത്രയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല. ഇത്രയാണ് നമ്മൾ ഹിപ്പ് ബോണിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ്. നെക്സ്റ്റ് നമുക്ക് ബോൺ ഓഫ് തൈ, ഫീമർ അറിയാം. ഫീമറിലേക്ക് പോകാം. ഫീമറിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ഞാൻ ചോദിച്ച് കണ്ടേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു പോയിന്റ്, ലോങ്ങസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡിയാണ് ഫീമർ എന്നുള്ളത്. പിന്നെ ലെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അനട്ടമിൽ കുറേ ഇതിൻ്റെ ലെങ്ത് ഉണ്ട്, മെഷർമെൻറ്റ്സ് എല്ലാം. അപ്പം സിമിലർ ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് എല്ലാം നിങ്ങളൊന്ന് ഒരു ബോക്സോ ചാർട്ടോ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് പഠിച്ചാലേ ഓർക്കത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അബ്ഡമനും ഇതിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഓരോ പാർട്ടിൻ്റെ ലെങ്തും ഡയമീറ്റർ വെയിറ്റ്, അപ്പം അങ്ങനെ ഒരു ഇപ്പോഴേ തന്നെ നിങ്ങൾ പഠിക്കുന്നതിനോ അനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് പോയാൽ എളുപ്പമായിരിക്കും, കുറച്ചുകൂടെ കൺഫ്യൂസിങ് ഇല്ലാതെ നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. പിന്നെ അടുത്ത അപ്പോൾ 45 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഒരു ലെങ്ത് പറയുന്നത്, ഓർ 18 inches. ലോങ്ങസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡിയാണ് ഫീമർ. അടുത്ത ലീനിയ ആസ്പെര. ലീനിയ ആസ്പെര എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ലീനിയ ആസ്പെര? ലീനിയ ആസ്പെരയിൽ നിന്ന് കുറേ മസിൽസിൻ്റെ ഒറിജിൻ ഉണ്ട്. ഇതൊരു തിക്ക് റിഡ്ജ് ഇൻ ദ മിഡിൽ തേർഡ് ഓഫ് ദ പോസ്റ്റീരിയർ ബോർഡർ ഓഫ് ദ ഫിമർ. ഫിമറിൻ്റെ ഒരു പോസ്റ്റീരിയർ ബോർഡിൽ കാണപ്പെടുന്ന തിക്ക് റിഡ്ജാണ് ലീനിയ ആസ്പെര എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ അനാട്ടമി ജസ്റ്റ് വേണേ ഒന്ന് പറഞ്ഞേക്കാം ഞാൻ. ഗ്രേറ്റർ ലെസർ ടോക്കൈൻഡേഴ്സ് ഉണ്ട്, ഇൻ ബിറ്റ്വീൻ ഇന്റർടോക്കൈൻഡ്രിക് ലൈൻ ഉണ്ട്, ഹെഡ് പോർഷൻ ഉണ്ട്, നെക്ക് ഉണ്ട്, ഷാഫ്റ്റ് ഉണ്ട്, കോണ്ടൈൽസ് ഉണ്ട്, ഒരു പെറ്റിലയുടെ ആർട്ടിക്കുലർ സർഫസസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ്, ഇതിൽ ഫോവിയ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അത് വേണമെങ്കിൽ ചോദിക്കാം. ഫോവിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിമറിൻ്റെ ഹെഡിൻ്റെ അടുത്ത് ഒരു സെൻറ്ററിലായിട്ടൊരു ഡിപ്രഷൻ കാണും. നമ്മളെല്ലാം കണ്ടിട്ടുള്ളതായിരിക്കും അല്ലേ, ഒരു സ്മോൾ സെൻറ്റർ പിറ്റ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ട്. അതിനെയാണ് ഫോവിയ ക്യാപിറ്റിസ് ഫിമോറിസ് എന്ന് പറയുന്നത്. ലിഗമെൻറ്റ് ഓഫ് ഹെഡ് ഓഫ് ദ ഫിമർ അല്ലെങ്കിൽ ലിഗമെൻറ്റം ടെറിസിൻ്റെ അറ്റാച്ച്മെൻറ്റ് ആ ഫോവിയയിലായിരിക്കും. ആ ഒരു ഹെഡിൻ്റെ സെൻറ്റർ പോർഷനിൽ കാണപ്പെടുന്ന ഡിപ്രഷനാണ് ഫോവിയ ക്യാപിറ്റിസ് ഫിമോറിസ്. പിന്നെ അടുത്ത നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അസെറ്റാബുലത്തിൽ ഹെഡ് ഓഫ് ദ ഫിമർ ആർട്ടിക്കുലേറ്റ് വിത്ത് അസെറ്റാബുലം ഓഫ് ദ ഹിപ്പ് ബോൺ ടു ഫോം ബോൾ ആൻഡ് സോക്കറ്റ് ടൈപ്പ് ഓഫ് സൈനോവിയൽ ജോയിൻറ്റ്. അത് നമ്മൾ ജനറൽ അനാട്ടമി എടുക്കുമ്പം കോമൺ ആയിട്ട് ഒരു ക്ലാസ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. അതിനുള്ളിൽ നമ്മളിപ്പോൾ ഓരോ ജോയിൻസും അത് എന്ത് ടൈപ്പാണെന്നുള്ളത് കുറേ വട്ടം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്ത് ടൈപ്പാണ്, പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നുള്ളത്. അപ്പം അതെല്ലാം നമുക്ക് അന്നേരം ഒന്ന് ഡിസ്കസ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ കേട്ടോ. ഇനി അടുത്ത
ഫ്രാക്ചർ നെക്ക് ഓഫ് ദ ഫിമർ ആണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടും മോസ്റ്റ് കോമൺലി ഫ്രാക്ചർ ആവുന്ന ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അത് ആഫ്റ്റർ അതായത് നമ്മളൊരു ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രാക്ചറിൽ വരുന്നത് 16 ഇയർ എബോ ആയിട്ട് വരും. ഷാഫ്റ്റിലാണ് വരുന്നതെങ്കിൽ അത് ലെസ് ദാൻ 60 ഇയേഴ്സിലായിരിക്കും. പക്ഷെ കോമൺ ആയിട്ട് നെക്കിനാണ് ഫ്രാക്ചർ ഉണ്ടാവുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റ് ആണ് ഈ നോർമലി പിന്നെ നമ്മുടെ ഫീമറിൻ്റെ നെക്കും ഷാഫ്റ്റും തമ്മിൽ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ആ ആംഗിൾ ഒരു 127 ഡിഗ്രി ആയിരിക്കും, 127. അപ്പം അതിൽ കൂടാതെ ഒന്നുകിൽ ഈതർ ഈ ആംഗിളിന് ഒരു ഇൻക്രീസോ അല്ലെങ്കിൽ ഡിക്രീസോ ഒക്കെ ഉണ്ടാവാം. അങ്ങനെ അബ്നോർമൽ ഇൻക്രീസ് ഇൻ നെക്ക് ഷാഫ്റ്റ് ആംഗിൾ ആണ്. അതായത് എബോ ഒരു 135 ഒക്കെയാണ് കോക്സ വാൽഗ. അത് ബിലോ ആണെങ്കിൽ, അതായത് ഡിക്രീസ് ചെയ്ത് ലെസ് ദാൻ 120 ആണെങ്കിൽ അതിനെ കോക്സ വാര എന്ന് പറയും. ആ രണ്ട് കണ്ടീഷൻ ഓർത്തേക്കണം. കോക്സ വാൽഗ മീൻസ് വാൽഗ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കോക്സ വാര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്രീസ്. ഓക്കെ, ഇനി അടുത്ത ഇത് ജസ്റ്റ് കുറച്ച് മസിൽസിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് ആണ്. നിങ്ങൾ ആ ഷാഫ്റ്റിലുള്ള കുറച്ച് മസിൽസ് ഒന്ന് നോക്കിക്കോ. അഡക്റ്റർ മസിൽസ് ഉണ്ട്, വാസ്റ്റസ് മീഡിയാലിസ്, വാസ്റ്റസ് ഇന്റർമീഡിയസ്, അങ്ങനെ കുറച്ച് മസിൽസ്. ടൈം കിട്ടുവാണെങ്കിൽ നോക്കിക്കോ. അത്ര ഒറിജിനും ഇൻസേർഷനും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഈ മസിൽസിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളിലും ഡിസ്കസ് ചെയ്യുമ്പോൾ ഓക്കെ ആ മസിൽസ് ആ തൈയിൽ അവിടെ ഇങ്ങനെ, ഇതാണ് മീഡിയൽ, ഇതാണ് ലാറ്ററലി എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അതുകൊണ്ട് ടൈം ഉള്ളവർ അത് നോക്കിക്കോ. എനിക്കിപ്പോൾ എല്ലാം കൂടെ ഡിസ്കസ് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യുവാണ്. അടുത്ത പാറ്റല്ല നമ്മൾ ഇതിന് മുന്നേ പല്ലിമ്പ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണ് പാറ്റല്ല? പെറ്റല ഈസ് എ നീ ക്യാപ്പ് അല്ലെങ്കിൽ ലാർജസ്റ്റ് സെസമോയ്ഡ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡിയാണ്. ഇറ്റ് ഡെവലപ്പ് ഇൻ ദ ടെൻഡൻ ഓഫ് ക്വാഡ്രിസെപ്സ് ഫിമോറിസ്. ക്വാഡ്രിസെപ്സ് ഫിമോറിസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണെന്നുള്ളത്. ഇപ്പം ആ പേര് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. പിന്നെ ഇറ്റ് അറ്റാച്ച്ഡ് ടു ദ അപ്പെക്സ് ഓഫ് ദ ലിഗമെന്റ്, അപ്പെക്സ് ഓഫ് ദ പാറ്റല്ല. ദ ക്വാഡ്രിസെപ്സ് ഫിമോറിസ് ടെൻഡൻ ഫോം ലിഗമെന്റം പാറ്റല്ല. അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലിഗമെന്റും പാറ്റല്ലയിലേക്കാണ്. ഇത് പാറ്റല്ലയുടെ ബേസും അപ്പെക്സും ഒക്കെ ഉണ്ട്. ആ അപ്പെക്സിനുള്ളിലേക്കാണ് ക്വാഡ്രിസെപ്സ് ഫിമോറിസ്, അതായത് എന്താണ് ടെൻഡൻ ഓഫ് പാറ്റല്ല, ക്വാഡ്രിസെപ്സ് ഫിമോറിസ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഫൈനലി അത് ഈഷ്യൽ ട്യൂബറോസിറ്റിയിലേക്ക് പോകും. പിന്നെ അടുത്ത രണ്ടൊരു ക്ലിനിക്കൽ കണ്ടീഷൻസ് ആണ് ഈ പാറ്റല്ലയുടെ. ഇത് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഹൗസ് മെയ്ഡ്സ് നീ എന്നുള്ളൊരു കണ്ടീഷനും ക്ലർജിമാൻസ് നീ, ആ രണ്ട് കണ്ടീഷൻസും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ചോദിച്ചിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് എത്ര ഉറപ്പില്ല. ആ പോയിന്റ്സ് നിങ്ങൾ നോക്കിയേക്കണം. അതിൽ ഫസ്റ്റ് ഹൗസ് മെയ്ഡ്സ് നീ ആണ് എന്തെന്ന് പറയുന്നത്, പ്രീ പെറ്റല്ലാർ ബേഴ്സൈറ്റീസ്. ഹൗസ് മെയ്ഡ്സ് നീ പ്രീ പെറ്റല്ലാർ ബേഴ്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എബോ ദ പെറ്റലയ്ക്ക് എന്തുണ്ടാവും, ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും. ഇത് മെയിനായിട്ടും ഹൗസ് മെയ്ഡ്സിലാണ് കാണുന്നത്. ഹൗസ് മെയ്ഡ്സ് അവർ നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബേഴ്സയ്ക്ക് എന്തുണ്ടാവും, ഈ ഒരു ബേഴ്സ എന്തുണ്ടാവും, ഫ്ലോറിനിടയിൽ ആ ബേഴ്സയ്ക്ക് ഫ്രിക്ഷൻ്റെ ഇത് ഡിഫറൻസ് വന്നിട്ട് അവിടെ എന്തുണ്ടാവും, സ്വെല്ലിങ് ഉണ്ടാവും. അങ്ങനെ കോമൺ ആയിട്ട് ഹൗസ് മെയ്ഡ്സ് ക്ലീൻ ചെയ്യുന്നവർ കുറേ നാളിങ്ങനെ ഇരുന്ന് തറയിലിരുന്ന് തുടച്ച് അവരുടെ ആ ഒരു ബേഴ്സയ്ക്ക് ആ ഫ്രിക്ഷൻ മൂലം ഫ്ലോറും ഇതും തമ്മിലുള്ള ഫ്രിക്ഷൻ ബാലൻസ് ചെയ്യാത്തതുകൊണ്ട് ആ ഭാഗത്ത് എന്തുണ്ടാവും, ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നതാണ് പ്രീ പെറ്റല്ലാർ ബേഴ്സൈറ്റീസ് എന്ന് പറയുന്ന കണ്ടീഷൻ. അത് ഹൗസ് മെയ്ഡ്സ് നിന്നാണ് വേറൊരു നെയിം പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് ക്ലർജിമാൻസ് നീ. ക്ലർജിമാൻസ് നീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ക്ലർജിമാൻ ഉദ്ദേശിക്കുന്നത് ചർച്ച് ഫാദർ ആണ് കേട്ടോ. അതിൽ അവർ ഈ നീലിംഗ് പൊസിഷനിലൊക്കെ നമ്മൾ ഈ വുഡൻ ഇതിലിരുന്നിട്ട് ആ ഒരു ഇത് ചെയ്യുന്ന സമയത്തും അവരുടെ ആ ഒരു ഇൻഫ്രാ പാറ്റലൊക്കെ എന്തുണ്ടാവും, ജസ്റ്റ് ബേഴ്സയ്ക്ക് ഇൻഫ്രാപെറ്റലാർ ബേഴ്സയ്ക്ക് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ, അതാണ് ക്ലർജിമാൻസ് നീ. ക്ലർജിമാൻ ഇൻഫ്രാപെറ്റലാർ ബേഴ്സൈറ്റീസും ഹൗസ് മെയ്ഡ്സ് നീ ആണ് പ്രീ പെറ്റലാർ ബേഴ്സൈറ്റീസ്. നോർമലി ഒരു ഫ്രിക്ഷൻ ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് മസിൽസിനും ബോൺസിനും ഇടയ്ക്ക് ബേഴ്സാസ് വരുന്നത്. എയർ ഫിൽഡ് സാക്സ് ആണ്. അപ്പോൾ അതിന് ഇറിറ്റേഷൻസ് വരുമ്പോഴാണ് അവിടെ സ്വെല്ലിങ് ഇതായിട്ട് വരും. ഓക്കെ, പെയിനും സ്വെല്ലിങ്ങും ഒക്കെ ഉണ്ടാവും. അപ്പം പറ്റലിൽ അത്രയും മാത്രമേ ഉള്ളൂ. അതിൽ ലാർജസ്റ്റ് സെസമോയ്ഡ് ബോണും ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഫ്രം ദ ടെൻഡൻ ഓഫ് ക്വാഡ്രിസെപ്സ് ഫിമോറിസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെച്ചേക്കണേ. ക്വാഡ്രിസെപ്സ് ഫിമോറിസിൻ്റെ ടെൻഡനിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പിന്നെ രണ്ട് ക്ലിനിക്കൽ കണ്ടീഷൻസും ഹൗസ് മെയ്ഡ്സിനെയും ക്ലർജിമാൻസിനെയും. അടുത്ത ടിബിയ. ടിബിയ നമുക്കറിയാം സെക്കൻഡ് ലോങ്ങസ്റ്റ് ബോണാണ്. അത് മീഡിയൽ സൈഡിലുള്ളതാണ്. നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അപ്പർ ലിംബ് പറഞ്ഞ സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ദ അപ്പർ എൻഡ് ഓഫ് ദ ടിബിയ ഈസ് വൺ ഓഫ് ദ കോമണസ്റ്റ് സൈറ്റ് ഫോർ അക്യൂട്ട് ഓസ്റ്റിയോമൈലൈറ്റിസ്. ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ള സെക്ഷനാണിത്. ടിബിയയുടെ അപ്പർ എൻഡാണ് അക്യൂട്ട് ഓസ്റ്റിയോമൈലൈറ്റിസിന് ഏറ്റവും മോസ്റ്റ് സസെപ്റ്റബിൾ അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള ഏരിയ.
ടിബിയയിലെയും 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും പിന്നെ അതിൻ്റെ ഒരു കോണ്ടൈലാർ ഏരിയയിലുള്ള മെനിസ്കിയുടെ അറ്റാച്ച്മെൻറ്റും അതിൻ്റെ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അതും വേണമെങ്കിൽ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൽ പിക്ചറിൽ നോക്കിക്കേ, ടിബിയൽ ട്യൂബറോസിറ്റി ഉണ്ട്. ടിബിയൽ ട്യൂബറോസിറ്റി കഴിഞ്ഞാൽ കുറേ മസിൽസിൻ്റെ ഇൻസേർഷൻസ് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. പ്രസൻറ്റ് ദ അപ്പെക്സ് ഓഫ് ദ tibial tuberosity present at the apex of the rough triangular area of the upper end of the tibia. അപ്പം ടിബിയയുടെ അപ്പർ എൻഡിലായിട്ട് കാണപ്പെടുന്ന ഒരു റഫ് ഏരിയ ആണ് ടിബിയൽ ട്യൂബറോസിറ്റി എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഗർഡീസ് ട്യൂബർക്കിൾ ഉണ്ട് കേട്ടോ. ലാറ്ററൽ കോണ്ടൈലിൻ്റെ ആൻറ്റീരിയർ സർഫസിലായിട്ട് വരുന്നതാണ് എന്ത്, ഒരു ഗർഡീസ് ട്യൂബർക്കിൾ. കാണുന്നുണ്ടോ നിങ്ങൾ? ഇവിടെയാണ് നമ്മുടെ ഇലിയോടിബിയൽ ട്രാക്റ്റിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നത്, ഗർഡീസ് ട്യൂബർക്കിൾ. ആ ഒരു വേർഡ്സ് ഒക്കെ ഇത്തിരി ഒരു റയർ ആയതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞത്. പിന്നെ അടുത്താണ് ഈ ഇതിൻ്റെ ഇൻ്റർകോണ്ടൈലാർ ഏരിയയിലുള്ള ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ്. ഇത് എന്തായാലും ഒന്ന് നോക്കി വെച്ചേക്കണം. പ്രത്യേകിച്ച് ആ ഒരു ഓർഡറിൽ തന്നെ പിക്ചർ എന്തെങ്കിലും വരച്ച് പഠിക്കാമെങ്കിൽ വളരെ നല്ലത്. ഓക്കെ, ഇതിൽ അറ്റാച്ച്മെൻറ്റ് നോക്കിക്കേ. ഈ ഒരു പിക്ചറിലാണെന്ന് തോന്നുന്നു ആ ഒരു ഏരിയയിൽ അറ്റാച്ച്മെൻറ്റ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് തോന്നുന്നത് അല്ലേ. അതിൽ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ അറ്റാച്ച്മെൻറ്റ് ആണ്, ആൻറ്റീരിയർ ഹോൺ ഓഫ് മീഡിയൽ മെനിസ്കസ്. പിന്നെ നെക്സ്റ്റ് എന്താണ് പറഞ്ഞേക്കുന്നത്, ഒരു ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻ്റ് ഉണ്ട്, ആൻറ്റീരിയർ ഹോൺ ഓഫ് ലാറ്ററൽ മെനിസ്കസ്. പിന്നെ അടുത്ത എന്താണ്, പോസ്റ്റീരിയർ ഹോൺ ഓഫ് ലാറ്ററൽ മെനിസ്കസ് വരുന്നുണ്ട്, പോസ്റ്റീരിയർ ഹോൺ ഓഫ് മീഡിയൽ മെനിസ്കസ്, പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ്. അപ്പോൾ ആ ഒരു ഓർഡർ പിക്ചർ വരച്ച് നിങ്ങൾ പഠിച്ചേക്കണം. അത് വേണമെങ്കിൽ അതിൻ്റെ ഓർഡർ ചോദിക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് സോളിയൽ ലൈൻ. സോളിയൽ ലൈനും ഒരു ഒബ്ലിക് റിഡ്ജ് ആണ് പോസ്റ്റീരിയർ സർഫസിലുള്ളത്. ആ ഒരു പേര് വെച്ചിട്ട് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഒരു ഒബ്ലിക് ആയിട്ട് വരുന്ന ഒരു റഫ് റിഡ്ജ് ആണ് പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദ ടിബിയൽ സോളിയൽ ലൈൻ എന്നുള്ളത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ന്യൂട്രിയൻ്റ് ആർട്ടറിയിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ആർട്ടറി, ഈ ടിബിയയിലേക്കുള്ള ന്യൂട്രിയൻ്റ് ആർട്ടറിയാണ് ഏറ്റവും ലാർജസ്റ്റ് ന്യൂട്രിയൻ്റ് ആർട്ടറി എന്ന് പറഞ്ഞിരിക്കുന്ന ബോഡിയിൽ. ദ ന്യൂട്രിയൻ്റ് ആർട്ടറി ടു ദ ടിബിയ ഈസ് ദ ലാർജസ്റ്റ് ന്യൂട്രിയൻ്റ് ആർട്ടറി ഇൻ ദ ബോഡി. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് പോസ്റ്റീരിയർ ടിബിയൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചാണത്. അത് തന്നെ ലാർജസ്റ്റ് ന്യൂട്രിയൻ്റ് ആർട്ടറി ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ടിബിയയിലേക്കുള്ളതാണ് ഇത് ലാർജസ്റ്റ് ന്യൂട്രിയൻ്റ് ആർട്ടറി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഫിബുല. ഫിബുല ലാറ്ററലി ഉള്ള ബോണാണ്, ലോങ് സ്ലെൻഡർ ബോണാന്ന് പറയുന്നുണ്ട്. പിന്നെ വെയിറ്റ് ട്രാൻസ്മിഷന് ആക്ച്വലി ഫിബുലയ്ക്ക് ഒരു റോളില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, ഇത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ലോങ് ബോൺസ് എല്ലാം ഒരു ലോ ഓഫ് ഓസിഫിക്കേഷൻ ഫോളോ ചെയ്യും. ലോ ഓഫ് ഓസിഫിക്കേഷൻ നമ്മൾ ടൈം ഉണ്ടെങ്കിൽ ടൈം എടുക്കുന്ന കൂട്ടം ഞാനൊന്ന് പറഞ്ഞു, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ചു വരുന്നാൽ മതി. നോർമലി ലോ ഓഫ് ഓസിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് ഗ്രോയിങ് ദ എൻഡ് ഓഫ് ദ ഗ്രോയിങ് ബോൺ വെയർ ദ ഓസിഫിക്കേഷൻ സെന്റർ വിൽ ഫസ്റ്റ് അപ്പിയർ വിൽ യുണൈറ്റ് ലാസ്റ്റ്. അതായത് ഓസിഫിക്കേഷൻ സെന്റർ ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നത് ഫ്യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് ആയിരിക്കും. ആ ഒരു പാറ്റേണിലാണ് ഇങ്ങനെ ബോൺസിന്റെ ഓസിഫിക്കേഷൻ യൂഷ്വലി സംഭവിക്കുന്നത്. പക്ഷേ ഫിബുല എന്തായിരിക്കും, അതിനൊരു എക്സെപ്ഷൻ ആണ്. അതായത് ഗ്രോയിങ് എൻഡ് ആണ് എന്ത് ഓസിഫിക്കേഷന് ശേഷം ഇത് ചെയ്യുന്നത്, അപ്പിയർ ചെയ്യുന്നത് കേട്ടോ. അത് ഫിബുലയുടെ ഗ്രോയിങ് എൻഡ് അപ്പിയർ ആഫ്റ്റർ ദ സെന്റർ ഓഫ് ഓസിഫിക്കേഷൻ, സെന്റർ അപ്പിയർ ഡിസ്റ്റൽ എൻഡിൽ ഫോം ചെയ്തതിന് ശേഷമായിരിക്കും വരുന്നത്. അതാണ് അതിൻ്റെ ഒരു എക്സെപ്ഷൻ എന്നുള്ളത്. പിന്നെ ഫിബുലയുടെ ഒരു കോമൺ പോയിന്റ് ആണ്, ഫിബുല ഈസ് ബോൺ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നത് ഫിബുല ആയിരിക്കും. പിന്നെ അത് കൂടാതെ കോമൺ പെരോണിയൽ നെർവ് അതിൻ്റെ നെക്കിനുള്ളിലൂടെ ആ ഒരു നെക്ക് പോർഷൻ, അതിൻ്റെ ഒരു അനാട്ടമി, ആ ഒരു നെക്ക് പോർഷനിലൂടെയാണ്, പിക്ചർ കണ്ടോ നിങ്ങൾ, ആ ഒരു ഏരിയയിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു നെർവിന് ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ ഫുഡ് ഡ്രോപ്പ് ഉണ്ടാവും. കോമൺ പെരോണിയൽ നെർവിൻ്റെ ഇഞ്ചുറി അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അത് ഓർത്തേക്കണേ. ഇപ്പം ഫിബുലയിൽ ഇത്രയും പോയിന്റ്സ് ഉള്ള മെയിനായിട്ടും ഫിബുല അത് ലോ ഓഫ് ഓസിഫിക്കേഷൻ ഫോളോ ചെയ്യാത്തതൊരു ബോണാണ് ഫിബുല എന്നുള്ളത്. അത് കൂടാതെ എന്തുണ്ട്, ബോൺ ഇത് ഗ്രാഫ്റ്റിന് വേണ്ടിയിട്ട് കോമൺ സോഴ്സ് ആയിട്ട് കോമൺലി യൂസ് ചെയ്യുന്നത് ഫിബുലയാണ്. പിന്നെ ഫുഡ് ഡ്രോപ്പും. പിന്നെ അതിൽ പെരോണിയസ് ലോങ്ങസും പെരോണിയസ് ബ്രീവിസ് മസിൽസിൻ്റെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണം. പിന്നെ ബോൺസ് ഓഫ് ദ ഫൂട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടാസൽസ് 7, മെറ്റാടാസൽസ് 5 ആൻഡ് ഫലാങ്സ് 14 എന്ന് പറഞ്ഞു. 26 + 26. ഓക്കെ, ഇതിൽ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കോ. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ടാസൽ ബോൺ എന്ന് വെച്ചാൽ ഏതാണ്,
കാൽക്കേനിയസ് ആണ് കേട്ടോ. കാൽക്കേനിയസ് അതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള സെക്ഷനാണ്. സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടാലസ് ബോൺ ആണ്. ടാലസിന് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാലസിൽ മസിൽസിൻ്റെ ഒന്നും അറ്റാച്ച്മെൻ്റ് ഇല്ല. ടാലസ് ഈസ് ഡിവോയ്ഡ് ഓഫ് മസ്കുലാർ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഈ 2-3 പോയിന്റ് ആണ് മോസ്റ്റ് കോമൺലി ചോദിച്ചേക്കുന്നത്. എന്നാലും ഒരു അറേഞ്ച്മെൻറ്റ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം നമുക്ക്. അത് കൂടാതെ നിങ്ങൾ ആ മെറ്റാറ്റാസൽസ് കാണുന്നുണ്ടോ? മെറ്റാറ്റാസൽസിൽ ഫസ്റ്റ് മെറ്റാറ്റാസൽസ് ഉണ്ടോ കുറച്ചൊരു തിക്കായിട്ട് പോകുന്നുണ്ട് അല്ലേ, ഷോർട്ട് തിക്കായിട്ട് വരുന്നുണ്ട്. സെക്കൻഡ് കുറച്ച് ലോങ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് കൂടാതെ നമുക്ക് ഈ ബോൺസ് ഓഫ് ദ ഫുട്ടിൽ ബോൺസിന്റെ അറേഞ്ച്മെന്റ് ഒന്ന് നോക്കാം. ഏറ്റവും പ്രോക്സിമൽ ആയിട്ട് വരുന്ന പ്രോക്സിമൽ റോയിൽ വരുന്ന ഏതൊക്കെയാണ്? പിക്ചറിൽ ഉള്ളതിൽ ടാലസും കാൽക്കേനിയും ആയിരിക്കും. ടാലസ് ആൻഡ് കാൽക്കേനിയസ് ആണ് ഏറ്റവും പ്രോക്സിമലി വരുന്നത്. മിഡിലായിട്ട് ഒരു നവിക്കുലാർ ബോൺ ഉണ്ട്. ഡിസ്റ്റൽ റോയിലാണ് ഏതൊക്കെയുള്ളത്? നമ്മുടെ ക്യൂണിഫോം, മീഡിയൽ, ഇന്റർമീഡിയറ്റ് ആൻഡ് ലാറ്ററൽ ക്യൂണിഫോം ഉണ്ട്. അത് കൂടാതെ ഡിസ്റ്റൽ റോയിലായിട്ട് ക്യൂബോയിഡും കാണുന്നുണ്ട് അല്ലേ. അപ്പം ഏറ്റവും പ്രോക്സിമൽ ടാലസ് ആൻഡ് കാൽക്കേനിയസ് ആണ്. അത് ടാലസും കാൽക്കേനിയസിനും കുറച്ച് പെക്യൂലിയാരിറ്റീസ് ഉണ്ട്. കാൽക്കേനിയമാണ് ലാർജസ്റ്റ് ടാസൽ ബോൺ എന്നുള്ളത്. ടാലസ് ആണ് സെക്കൻഡ് ലാർജസ്റ്റ്. ടാലസിന്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മസ്കുലാർ അറ്റാച്ച്മെന്റ്സ് കാണുന്നില്ല. ഡിവോയ്ഡ് ഓഫ് മസ്കുലാർ അറ്റാച്ച്മെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ അറേഞ്ച്മെന്റ് ആണ്. ടാലസും കാൽക്കേനിയം പ്രോക്സിമലും മിഡിൽ ഏരിയയിലായിട്ട് ബോട്ട് ഷേപ്ഡ് ആയിട്ടുള്ള നവിക്കുലാർ ബോൺ വരുന്നുണ്ട്. ബോട്ട് ഷേപ്ഡ്, ബോട്ട് പോലെയല്ലേ ആയിരിക്കുന്ന ആ ഒരു നവിക്കുലാർ ബോൺ വരുന്നുണ്ട്. ഡിസ്റ്റൽ ഏരിയയിലാണ് ഇത് നമ്മുടെ ക്യൂണിഫോംസ് വരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ് ഇതെല്ലാം. അറേഞ്ച്മെന്റ് പറഞ്ഞു. ഇനി അടുത്ത നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഫസ്റ്റ് മെറ്റാറ്റാർസൽസ് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് മെറ്റാറ്റാർസലിൻ്റെ നോക്കുമ്പോഴത്തേക്ക് അതെന്തായിരിക്കും? ഒരു ഷോർട്ട് തിക്കസ്റ്റ് ആയിരിക്കും അല്ലേ. ബാക്കിയുള്ള മെറ്റാറ്റാർസൽസിനെ കമ്പയർ ചെയ്യുമ്പം അതാണ് സ്റ്റൗട്ട്, കുറച്ചും കൂടെ ഒരു തിക്കായിട്ടുള്ളത് അല്ലേ. സെക്കൻഡ് എങ്ങനെയാണ്? സെക്കൻഡ് മെറ്റാറ്റാർസൽ കുറച്ച് ലോങ്ങസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ 2 പോയിന്റ്സും ചോദിക്കാറുള്ളതാണ്, അതുകൂടെ നിങ്ങൾ നോക്കിയേക്കണം. അടുത്തെയാണ് ഒരു മാർച്ച് ഫ്രാക്ചർ എന്ന് പറഞ്ഞൊരു ക്ലിനിക്കൽ സെക്ഷൻ. അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സോൾജേഴ്സും മറ്റും അവർക്കൊരു വിഗറസ് ആയിട്ടുള്ള മാർച്ച് പാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഈ സെക്കൻഡ്, തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് ഓർ ഫിഫ്ത്ത് മെറ്റാറ്റാർസൽ ബോൺസിന് എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? ഫ്രാക്ചർ ഉണ്ടാവുന്നുണ്ട്. അത് സോൾജേഴ്സിലും ഈ പോലീസ് മാനിലും ഒക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത് ഈ മെറ്റാറ്റാർസൽസിന്റെ ഫ്രാക്ചർ. അതുകൊണ്ട് തന്നെയാണ് അതിനെ മാർച്ച് ഫ്രാക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മാർച്ച് ഫ്രാക്ചർ, മാർച്ച് ചെയ്യുന്നവരുടെ കാലിലെ മെറ്റാറ്റാർസൽസിന് ഫ്രാക്ചർ ഉണ്ടാകും. മാർച്ച് ഫ്രാക്ചർ അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ആർച്ചസ് ഓഫ് ഫുട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് മാത്രം ഒന്ന് പറയാം. ആർച്ചസ് ഒക്കെ എല്ലാവരും അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് റണ്ണിങ്ങിനും വാക്കിങ്ങിനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഇതിലെ ആർച്ചസ്. അതിൽ 2 ടൈപ്പ് ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചുണ്ട്, ട്രാൻസ്വേഴ്സ് ആർച്ചുണ്ട്. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് ചോദിക്കാറുണ്ട്. അതിൻ്റെ എന്തൊക്കെ ചോദിക്കുന്ന ആ പോയിന്റ്സ് മാത്രം ഞാനൊന്ന് പറഞ്ഞു പോവാം. ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചിൽ മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചും ഉണ്ട്, ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചും ഉണ്ട്. അതിൽ എനിക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ടോ? മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചിൻ്റെ ഒരു കീ സ്റ്റോൺ ആയിട്ട് പറയുന്നത് ടാലസ് ബോണിനെയാണ് കേട്ടോ. ടാലസ് ബോണാണ്. അതുകൂടാതെ അവിടുത്തെ മെയിൻ ജോയിന്റ് മീഡിയലി വരുന്നത് ഏതാണ്? ഈ ടാലസും കാൽക്കേനിയവും നാവിക്കുലാർ ആ 3 ബോൺസും കൂടെ ചേർന്നിട്ടുള്ള ഒരു ജോയിന്റ് ആണ് മെയിൻ ജോയിന്റ് ആയിട്ട് മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചിൽ വരുന്നത്. ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചിലാണെങ്കിൽ ഏതായിരിക്കും? ലാറ്ററലി വരുന്ന ക്യൂബോയിഡ് ആയിരിക്കും അതിന്റെ കീ സ്റ്റോൺ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കാൽക്കേനിയവും ക്യൂബോയിഡും തമ്മിലുള്ള ജോയിന്റ് ആണ് അതിൽ മെയിൻ ജോയിന്റ്. അത് കൂടാതെ കുറേ ആൻറ്റീരിയർ പോസ്റ്റീരിയർ എൻഡ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ടൈം കിട്ടുന്നതിനനുസരിച്ച് വായിച്ചോ. പക്ഷേ ഈ പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചിന്റെ കീ സ്റ്റോൺ ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആയതുകൊണ്ട് അത് ടാലസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മീഡിയൽ സൈഡിലുള്ള കാൽക്കേനിയം, ടാലസും നാവിക്കുലാറും കൂടെ ചേർന്നിട്ടുള്ള ടാലോ കാൽക്കേനിയോ നാവിക്കുലാർ ജോയിന്റ് ആണ് അതിലെ മെയിൻ ജോയിന്റ് ആയിട്ട് പറയുന്നത്. ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് ആണെങ്കിൽ അത് അതിന്റെ കീ സ്റ്റോൺ ക്യൂബോയിഡ് ആണ്. മെയിൻ ജോയിന്റ് കാൽക്കേനിയോ ക്യൂബോയിഡ് ജോയിന്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആയിരുന്നു ദ ബോൺ വിച്ച് ഈസ് ഡിവോയ്ഡ് ഓഫ് എനി മസിൽ അറ്റാച്ച്മെന്റ് ഈസ് ടാലസ് ആയിരിക്കും അല്ലേ. ടാലസ് ആണ് ബോൺ ഡിവോയ്ഡ് ഓഫ് മസിൽ അറ്റാച്ച്മെന്റ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. വിച്ച് നെർവ് ഈസ് കോമൺലി ഇൻജേർഡ് ഇൻ റിലേഷൻ ടു നെക്ക് ഓഫ് ഫിമുല? കോമൺ പെരോണിയൽ നെർവ് ആണ്.
ഇനി അടുത്തയാണ് ഹിപ്പ് ജോയിൻറ്റിനാണ് കൺജനൈറ്റൽ ഡിസ്ലൊക്കേഷൻ കൂടുതൽ സംഭവിക്കുന്നത്. കോമൺ ആയിട്ട് കൺജനൈറ്റൽ ഡിസ്ലൊക്കേഷൻ വരുന്നത് ഹിപ്പ് ജോയിൻ്റ് ആയിരിക്കും. മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇഞ്ചേർഡ് ആവുന്നതാണെങ്കിൽ ആംഗിൾ ജോയിൻ്റ് ആയിരിക്കും. ആംഗിൾ ജോയിൻ്റ് ആണ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇഞ്ചേർഡ് ആയിട്ട് ഉണ്ടാവുന്ന ജോയിൻ്റ്. പക്ഷേ കൺജനൈറ്റൽ ഡിസ്ലൊക്കേഷൻ ഉണ്ടാവുന്നത് ഹിപ്പ് ജോയിൻറ്റിനായിരിക്കും. ഇനി അടുത്ത നമുക്ക് ലോവർ ലിംബിലെ കുറച്ച് വെയിനും മറ്റുമൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ ഗ്രേറ്റ് അല്ലെങ്കിൽ ലോങ് സഫീനസ് വെയിൻ, ദിസ് ഇസ് ദ ലാർജസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് സൂപ്പർഫിഷ്യൽ വെയിൻ ഓഫ് ദ ലോവർ ലിംബാണ് കേട്ടോ. ലോങ് സഫീനസ് അല്ലെങ്കിൽ ഗ്രേറ്റ് സഫീനസ് വെയിൻ ആണ് ഏറ്റവും ലാർജസ്റ്റും ലോങ്ങസ്റ്റും ആയിട്ടുള്ളത്. അത് ഡോർസൽ വീനസ് ആർച്ചിൽ നിന്ന് കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ആ ഒരു പോയിന്റ് ഓർത്താൽ മതി. അതിൻ്റെ കോഴ്സും ഒന്നും ടൈം ഇല്ലാത്ര ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാൻ. അടുത്ത ഒരു പോയിന്റ് ആണ് കോമൺലി ഫിമറൽ വെയിൻ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഇൻട്രാവിനസ് ഇൻഫ്യൂഷൻസ് ഇൻ ഇൻഫൻസ് ആൻഡ് പേഷ്യൻറ്റ് വിത്ത് പെരിഫറൽ സർക്കുലേറ്ററി ഫെയിലേഴ്സ് ഉള്ള ഇൻഫൻസിലും മറ്റും ഇൻട്രാവിനസ് ഇൻഫ്യൂഷൻസിന് വേണ്ടിയിട്ട് ഫിമറൽ വെയിൻ ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് സൂപ്പർഫിഷ്യൽ വെയിൻ ഓഫ് ലോവർ ലിംബ് സഫീനസ് വെയിൻ ആണ്. കൂടാതെ ഇതും ചോദിച്ചിട്ടുള്ളൂ വിച്ച് വെയിൻ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻസ് ഇൻ ചിൽഡ്രൻ ഏതാണ്? ഫിമറൽ വെയിൻ ആണ് കേട്ടോ. അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിമറൽ ആർട്ടറിയെ കുറിച്ച്, അതിന്റെ ഒറിജിൻ എങ്ങനെ, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അബ്ഡോമിനൽ ആർട്ടറി കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. ആ ഒരു ഇൻഗ്വനൽ ലിഗമെന്റ് പാസ് ചെയ്തതിന് ശേഷം അത് ഫിമറൽ ആർട്ടറി ആയിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഫിമറൽ ആർട്ടറിയുടെ അതായത് ഒറിജിൻ അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് എന്നുള്ള ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എക്സ്റ്റേണൽ കണ്ടിന്യൂഷൻ ആണ് ഫിമറൽ ആർട്ടറി. അതുകൂടാതെ ഫിമറൽ ആർട്ടറിയുടെ ഒരു ലാർജസ്റ്റ് ബ്രാഞ്ച് ആണ് പ്രൊഫണ്ട ഫിമോറിസ്. പ്രൊഫണ്ട മീൻസ് എല്ലാത്തിന്റെയും ലാർജസ്റ്റ് എന്നുള്ളത് അല്ലെ, നമ്മൾ അപ്പർ ലിംബിലും പറഞ്ഞായിരുന്നു. പ്രൊഫണ്ട ഫിമോറിസ് ഈസ് ദ ലാർജസ്റ്റ് ബ്രാഞ്ച് ഓഫ് ഫിമറൽ ആർട്ടറി. ഇപ്പൊ ഈ 2 പോയിന്റ് ഫിമറൽ ആർട്ടറി ഓർത്തിരിക്കണം. ഇസ് ദ കണ്ടിന്യൂഷൻ ഓഫ് എക്സ്റ്റേണൽ ഇലിയാക് ആർട്ടറി ആണ്. അത് അതിന്റെ ഒരു ലാർജസ്റ്റ് ബ്രാഞ്ച് ആണ് പ്രൊഫണ്ട ഫിമോറിസ്. ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയസ് മാത്രം, ആ പോയിന്റ്സ് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ലോവർ ലിംബ് മസിൽസിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. അപ്പോൾ ലോവർ ലിംബിന്റെ മസിൽസും അതിന്റെ കമ്പാർട്ട്മെന്റ്സും ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുള്ളിൽ നമുക്കറിയാം, നമ്മളെല്ലാവരും ഡിസെക്ഷൻ ഒക്കെ ചെയ്ത സമയത്ത് നമുക്ക് ലോവർ ലിംബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്കിന്ന്, സൂപ്പർഫിഷ്യൽ ഫേഷ്യ, ഡീപ്പ് ഫേഷ്യ ഒക്കെ ഉണ്ട്. അതിന് താഴെയായിട്ടാണ് നമുക്ക് എന്ത് കാണുന്നത്, നമ്മുടെ മസിൽസ് ഒക്കെ കണ്ടു തുടങ്ങുന്നത് അല്ലേ. അപ്പം അതിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഡീപ്പ് ഫേഷ്യ ഓഫ് ദ തൈ ആണ് എന്ത് ഫേഷ്യ ലാറ്റ എന്ന ഒരു അതർ നെയിമിൽ പറയുന്നത്. ഡീപ്പ് ഫേഷ്യ ഓഫ് ദ തൈ ആണ് ഫേഷ്യ ലാറ്റ. അതായത് തൈനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു ടഫ് ഫൈബറസ് ഷീത്ത് ആണ് എന്ത് ഈ ഫേഷ്യ ലാറ്റ എന്നുള്ളത്. ആ ഒരു പേരൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നെക്സ്റ്റ് അടുത്തയാണ് ഒരു ഇലിയോടിബിയൽ ട്രാക്ട്. ഇലിയോടിബിയൽ ട്രാക്ട് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, അറ്റാച്ച്മെന്റ് വന്നപ്പോൾ പറഞ്ഞില്ലേ, ഇലിയ ക്രസ്റ്റിന്റെ അടുത്ത് അറ്റാച്ച്മെന്റിൽ പറഞ്ഞായിരുന്നു. ഇത് ഫേഷ്യൽ ആറ്റ് കുറച്ചും കൂടെ ഒരു ലാറ്ററലി വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നമ്മൾ ഡിസെക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ലാറ്ററലി വരുമ്പോൾ ഒരു ബാൻഡ് പോലെ നല്ല കട്ടിക്ക് ഒരു ടഫായിട്ടിരിക്കുന്ന ഒരു പോർഷനാണ് എന്ത് ഇലിയോടിബിയൽ ട്രാക്ട്. നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. തിക്ക് ആൻഡ് ബാൻഡ് ഓഫ് ഫേഷ്യ ലാറ്റ ഓൺ ദ ലാറ്ററൽ സൈഡ് ഓഫ് ദ തൈ ആണ് നമുക്ക് ഇലിയോടിബിയൽ ട്രാക്ട് അല്ലെങ്കിൽ മെസിറ്റി ബാൻഡ് എന്നൊക്കെ പറയും. ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ എന്താ പറയുക ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഇതൊക്കെ അവർക്ക് പെട്ടെന്ന് ചോദിക്കാവുന്നതാണ്. അത് അപ്പം നമുക്ക് ഡൗട്ടാവും, ഇത് എന്താ പറയുക, അത് ഫേഷ്യ ആണോ അതോ മസിലാണോ? അതുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നത്. കേട്ടൊരു ഓർമ്മയില്ലെങ്കിലും ഇൻ കേസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, ഇനി അടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കമ്പാർട്ട്മെന്റ് തൈനെ 3 കമ്പാർട്ട്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫേഷ്യൽ ആറ്റ പോയിട്ട് ലീനിയർ സ്പിറയിലുള്ള അറ്റാച്ച്മെന്റ് അനുസരിച്ചിട്ട് ഡിഫറെന്റ് ഇന്റർമസ്കുലാർ സെപ്റ്റംസ് വരും. ആ മസ്കുലാർ സെപ്റ്റത്തിന്റെ ബേസിലാണ് തൈനെ 3 കമ്പാർട്ട്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മീഡിയൽ, ലാറ്ററൽ ആൻഡ് പോസ്റ്റീരിയർ ഇന്റർമസ്കുലാർ സെപ്റ്റം വന്നിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 കമ്പാർട്ട്മെന്റ് വരുന്നതാണ്. അതിൽ ഒരു കമ്പാർട്ട്മെന്റ് ആണ് ആന്റീരിയർ കമ്പാർട്ട്മെന്റ്, ഒന്ന് ജസ്റ്റ് നേരെ പുറകിലായിട്ട് പോസ്റ്റീരിയർ കമ്പാർട്ട്മെന്റ്, പിന്നെ നമ്മുടെ തൈ ഇങ്ങനെ നമ്മുടെ ബോഡിയിലെ മീഡിയലി വരുന്ന മീഡിയൽ കമ്പാർട്ട്മെന്റ്. അങ്ങനെ 3 കമ്പാർട്ട്മെന്റ് ആണ് തൈ റീജിയനിൽ മെയിനായിട്ടുള്ളത്. പിന്നെ
ഈ 3 കമ്പാർട്ട്മെന്റിന്റെ നെർവ്സ് കോമൺ ആയിട്ട് ഞാനങ്ങ് പറയുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഇപ്പം അവർ ഏതെങ്കിലും ആന്റിയർ കമ്പാർട്ട്മെന്റിലെ മസിൽസ് നമ്മൾ ഓരോ കമ്പാർട്ട്മെന്റിലെ മസിൽസ് പറയുന്നുണ്ട്. അപ്പം അതിൽ ഏതെങ്കിലും ഒരു മസിൽ എടുത്തിട്ട് ഏത് നെർവാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, ആന്റിയർ കമ്പാർട്ട്മെന്റിൽ കോമൺ ആയിട്ട് ഫിമറൽ നെർവാണ്. അപ്പോൾ ആന്റിയർ കമ്പാർട്ട്മെന്റിൽ ഏത് മസിൽ ചോദിച്ചാലും അതിന്റെ നെർവ് സപ്ലൈ നമുക്ക് എന്ത് പറയാം, കോമൺ ആയിട്ട് പറയാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒന്ന് മെൻഷൻ ചെയ്തേക്കുന്നത്. നെർവ് ഓഫ് ആന്റിയർ കമ്പാർട്ട്മെന്റ് ഈസ് നോൺ ആസ് എന്താണ്, ആന്റിയർ കമ്പാർട്ട്മെന്റിലെ നെർവ് എല്ലാം ഫിമറൽ നെർവാണ്. പോസ്റ്റീരിയർലി നമ്മൾ പിന്നെയും നമുക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റൂലേ, നമ്മളെല്ലാ ക്ലിനിക്കിലൊക്കെ ഇരിക്കുമ്പോൾ സയാറ്റിക്ക കണ്ടീഷൻസ് കാണുന്നതുകൊണ്ട് സയാറ്റിക് നെർവ് പിന്നെയും ഓർമ്മ വരും. പിന്നെ അടുത്തെയാണ് നമ്മുടെ ഒബ്റ്റുറേറ്റർ നെർവ്. മീഡിയൽ കമ്പാർട്ട്മെന്റിൽ വരുന്നതാണ് ഒബ്റ്റുറേറ്റർ നെർവ്. എന്ന് വെച്ചാൽ മീഡിയൽ കമ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒബ്റ്റുറേറ്റർ ഫൊറാമനുമായിട്ട് റിലേറ്റ്, അത് മീഡിയലി ആണല്ലേ വരുന്നത്. അപ്പം അത് റിലേറ്റഡ് ആയിട്ട് മീഡിയൽ കമ്പാർട്ട്മെന്റിന് സപ്ലൈ ചെയ്യുന്നത് ഒബ്റ്റുറേറ്റർ നെർവാണ്. അപ്പോൾ അതങ്ങനെ ഓർത്തിരിക്കണം. ആന്റിയർ കമ്പാർട്ട്മെന്റിൽ നമുക്കറിയാം നമ്മളെല്ലാം ഡിസെക്ട് ചെയ്യുമ്പോൾ കൺട്രോൾ ചെയ്യണമല്ലേ, ഫിമറൽ ആർട്ടറിയും നെർവും ഒക്കെ നമ്മളിങ്ങനെ കൺട്രോൾ, ആർട്ടറി ഒക്കെ നല്ല തിക്കായിട്ട് അതിനോട് ചേർന്ന നെർവൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആന്റിയർ കമ്പാർട്ട്മെന്റിൽ ഫിമറൽ നെർവാണ്, പോസ്റ്റീരിയർ കമ്പാർട്ട്മെന്റിൽ സയാറ്റിക് ഓർത്ത് വെച്ചാൽ സയാറ്റിക് നെർവാണ്, മറ്റേ മീഡിയൽ കമ്പാർട്ട്മെന്റിൽ ഒബ്റ്റുറേറ്റർ നെർവാണ്. ഒബ്റ്റുറേറ്റർ ഫൊറാമനൊക്കെ വെച്ച് ഓർത്ത് വെച്ചേക്കണം. അങ്ങനെ നമ്മൾ മെമ്മറൈസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ജസ്റ്റ് ഫിമറൽ നെർവ്. ഫിമറൽ നെർവ്സ് ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നെർവ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ അത് അതിൻ്റെ റൂട്ട് വാല്യൂ ജസ്റ്റ് ഒന്ന് നോക്കിക്കണം, അതൊക്കെ ചോദിക്കാം കേട്ടോ. ഫിമറൽ നെർവ് ഈസ് ദ ലാർജസ്റ്റ് ബ്രാഞ്ച് ഓഫ് ലംബർ പ്ലെക്സസിൻ്റെ ലാർജസ്റ്റ് ബ്രാഞ്ച് ആണ്. അതിൽ ആൻറ്റീരിയർ പ്രൈമറി റാമയുടെ ഡോസൽ ഡിവിഷനിൽ നിന്നാണ് വരുന്നത്. L2, L3, L4 ആണ് അതിൻ്റെ റൂട്ട് വാല്യൂ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ് വിച്ച് നെർവ് സപ്ലൈ ഇൻ മീഡിയൽ കമ്പാർട്ട്മെന്റ് ഓഫ് തൈ. മീഡിയൽ കമ്പാർട്ട്മെന്റിൽ സപ്ലൈ ചെയ്യുന്നത് ഒബ്റ്റുറേറ്റർ നെർവാണ്. പോസ്റ്റീരിയർ കമ്പാർട്ട്മെന്റിൽ സയാറ്റിക് നെർവാണ്. ആന്റിയർ കമ്പാർട്ട്മെന്റ് ആണെങ്കിൽ അതിൽ ഫിമറൽ നെർവായിരിക്കും. ഓക്കെ, അടുത്തൊരു കണ്ടീഷനാണ് മെറോൾജിയ പരസ്തെറ്റിക്ക അല്ലെങ്കിൽ പരസ്തേഷ്യ എന്ന് പറയാം. തൈ പെയിൻ എന്ന് പറയും. അതായത് നമ്മുടെ ലാറ്ററൽ ക്യൂട്ടേനിയസ് നെർവ് ഉണ്ട്, ആ ലാറ്ററൽ ക്യൂട്ടേനിയസ് നെർവിന് കംപ്രഷൻ ഉണ്ടായിട്ട് സംഭവിക്കുന്നതാണ്. പെയിനും നംനെസ്സും ബേണിംഗ് സെൻസേഷനും ഒക്കെ ഉണ്ടാകും. ഇനി സ്കിന്നി പാൻ സിൻഡ്രോം എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീനേജേഴ്സിലൊക്കെ ഉള്ളവർ നല്ല ടൈറ്റ് ആയിട്ടുള്ള ട്രൗസേഴ്സ് അതാക്കും വിയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ലാറ്ററൽ ക്യൂട്ടേനിയസ് നെർവിന് കംപ്രഷൻസ് ഉണ്ടായിട്ട് പെയിനും നംനെസ്സും ടിംഗ്ലിംഗ് സെൻസേഷനൊക്കെ ഉണ്ടാകും. മെറോൾജിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് നമുക്ക് ഈ ആന്റിയർ കമ്പാർട്ട്മെന്റിലെ മസിൽസ് ഏതൊക്കെയാണ്, അതിൻ്റെ ആക്ഷൻസ്, അത് രണ്ടുമാണ് ഇമ്പോർട്ടൻറ്റ്. ഏതാണ് മസിൽസ്, ഏതാണ് ആക്ഷൻസ്. പിന്നെ നെർവ് സപ്ലൈ ഒക്കെ നമുക്കത് ഗസ് ചെയ്ത് എഴുതാൻ പറ്റുമല്ലോ, കുഴപ്പമില്ല. ഇതിലെ ആന്റിയർ കമ്പാർട്ട്മെന്റിലെ മസിൽസിന് മെയിനായിട്ടും 2 ഫങ്ഷൻസ് ആണുള്ളത്. നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ഓക്കെ, നമ്മളൊരു ബോൾ ഇങ്ങനെ കിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നമ്മുടെ ആന്റിയർ കമ്പാർട്ട്മെന്റ് മസിൽസിനെ ഒന്ന് നമ്മൾ ഇമാജിൻ ചെയ്തേ. നമ്മുടെ നീ എങ്ങനെയായിരിക്കും, നീക്ക് എക്സ്റ്റൻഷൻ ഉണ്ടാവും അല്ലേ, നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് ആവും, ഹിപ്പിന് ഫ്ലെക്ഷനും ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം എക്സ്റ്റൻഷൻ ഓഫ് നീക്ക് ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ആണ് മെയിനായിട്ടും ക്വാഡ്രിസെപ്സ് ഫിമോറിസ് എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞു, പറ്റില്ല പറഞ്ഞ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ക്വാഡ്രിസെപ്സ് ഫിമോറിസിനെ കുറിച്ച്. അപ്പോൾ ഈ ക്വാഡ്രിസെപ്സ് ഫിമോറിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും നമ്മുടെ ഒരു 4 മസിൽസ്, ക്വാഡ്ര എന്ന് വെച്ചാൽ എന്താണ്, 4 മസിൽസ് ചേർന്നിട്ടാണ് ഈ ക്വാഡ്രിസെപ്സ് ഫിമോറിസിൻ്റെ ടെൻഡൻ വരുന്നത്. അതിൽ ഫസ്റ്റ് ഒരു മസിലാണ് റെക്റ്റസ് ഫിമോറിസ്. പിന്നെ കൂടാതെ ഒരു 3 ടൈപ്സ് ഓഫ് വാസ്റ്റേ മസിൽസ് ഉണ്ട്. വാസ്റ്റേ മസിൽസ് ആണ് വാസ്റ്റസ് ലാറ്ററാലിസ്, വാസ്റ്റസ് മീഡിയാലിസ് ആൻഡ് വാസ്റ്റസ് ഇന്റർമീഡിയസ്. ഈ 4 മസിൽസും കൂടെ ചേർന്നതാണ് ക്വാഡ്രിസെപ്സ് ഫിമോറിസ് എന്നുള്ളത്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ക്വാഡ്രിസെപ്സ് ഫിമോറിസ് എന്ന് വെച്ചാൽ 4 മസിൽസ് ചേർന്നതാണ്. മെയിനായിട്ടും റെക്റ്റസ് ഫിമോറിസും അതുകൂടാതെ 3 വാസ്റ്റസ് മസിൽസും കൂടെ. വാസ്റ്റസ് അതിൻ്റെ ആ ഒരു ബോണിലുള്ള അതിൻ്റെ അറ്റാച്ച്മെന്റ്സ് അനുസരിച്ചാണ്. ലാറ്ററലി ആണെങ്കിൽ ലാറ്ററാലിസ്, മീഡിയലി ആണെങ്കിൽ മീഡിയാലിസ്, ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നതാണ് ഇന്റർമീഡിയസ്. അപ്പം ഈ എക്സ്റ്റൻഷൻ ഓഫ് നീക്ക് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ക്വാഡ്രിസെപ്സ് ഫിമോറിസ് മസിൽസ് ആയിരിക്കും. അതുകൂടാതെ ഫ്ലെക്ഷൻ ഓഫ് ദ ഹിപ്പിന് സാർട്ടോറിയസ് നമ്മൾ ഒരു വട്ടം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന്റിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ പറഞ്ഞ സമയത്തല്ലേ, അവിടെ നിന്നാണ് അതിന് ഒറിജിൻ എന്ന് പറഞ്ഞ സാർട്ടോറിയസ്. അപ്പം ഫ്ലെക്ഷൻ ഓഫ് ഹിപ്പാണ് സാർട്ടോറിയസിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ ആർട്ടിക്കുലാരിസ് ഇതിനൊരു ചെറിയ മസിലാണ്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇനി അടുത്ത സാർട്ടോറിയസ്. സാർട്ടോറിയസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാർട്ടോറിയസ് ആണ് നമ്മുടെ ബോഡിയിൽ ഒരു ലോങ്ങസ്റ്റ് മസിലാണ് അല്ലേ. ഇതിൽ ആക്ച്വലി ഈ ഒരു പിക്ചറിൽ അത്ര ഒരു എസ് ഷേപ്പ് ഇല്ല, പക്ഷെ നമ്മുടെ ബോഡിയിൽ നമുക്കറിയാൻ പറ്റുമല്ലോ നല്ല ഒരു എസ് ഷേപ്പിൽ തന്നെ കിട്ടുന്ന ഒരു മസിലാണ് അല്ലേ സാർട്ടോറിയസ് മസിൽ.